ഹായ്, ഈ വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ഡെഫിനിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഡെഫിനിഷൻ പഠിക്കാനായിട്ട് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ പഠിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഒരു കാര്യം കൂടി പറയാം. ഡെഫിനിഷൻ പഠിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും 1 മാർക്ക് 2 മാർക്ക് അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ 1 മാർക്കിന് ചോദിക്കാവുന്നതാണ് ഡിഫൈൻ ഇൻ എ ടേം, അല്ലെങ്കിൽ വാട്ട് ഈസ് ഒരു പ്രിൻസിപ്പിൾ ചോദിച്ചിട്ട് വാട്ട് ഈസ് എന്ന് ചോദിക്കാം, ഡിഫൈൻ എന്ന് ചോദിക്കാം. അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഡെഫിനിഷൻസ് എന്താണെന്ന് അറിയായിരിക്കും. അതിനുവേണ്ടിയാണിത്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നതിൻ്റെ ഡെഫിനിഷൻ. സോ ഡെഫിനിഷനിലേക്ക് എത്താൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ഇക്വേഷൻ ഞാൻ എടുക്കുവാണ്. എന്തായിരുന്നു നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഉൾക്കൊള്ളുന്ന ഒരു ഇക്വേഷൻ പഠിച്ചതെന്ന് ചോദിച്ചാൽ W = Q × V, വർക്ക് ഡൺ എന്ന് പറയുന്നത് ചാർജിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെയും പ്രോഡക്റ്റ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇക്വേഷനിൽ പഠിച്ചത്. അതിൽ നിന്ന് നമുക്ക് V എന്താ നോക്കാം. V എന്ന് പറയുന്നത് W, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെയുണ്ട്. V ആണ് നമ്മൾ എടുക്കുന്നത്. സോ W / Q. ഇതിൻ്റെ കൂടെ കിടന്നത് ഡിനോമിനേറ്ററിലേക്ക് പോയി. അതാണ് സംഭവിച്ചത്. V = W/Q. ഓക്കെ ആണല്ലോ. സോ എന്താണ് V, പൊട്ടൻഷ്യൽ ഡിഫറൻസ്? വർക്ക് ബൈ Q എന്താണ്? ചാർജ്. സിംപ്ലി. ഇനി അതൊരു നല്ല സെൻറ്റൻസ് ആയിട്ട് പറയണമെങ്കിൽ വർക്ക് ഡൺ ഇൻ മൂവിങ് 1 coulomb ഓഫ് ചാർജ് ഫ്രം 1 point to another. ഈ Q 1 ആണെന്ന് വിചാരിച്ചേ. അങ്ങനെയാണെങ്കിൽ വിയുടെ വാല്യൂ എന്താണ്? V = W ആവും. എപ്പോൾ? Q 1 ആണെങ്കിൽ. Qൻ്റെ വാല്യൂ 1 ആണെങ്കിൽ V എന്താവും? ഡിനോമിനേറ്റർ 1 ആണെങ്കിൽ അത് എഴുതണമെന്നില്ലല്ലോ. സോ അതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. വർക്ക് ഡൺ ഇൻ മൂവിങ് 1 coulomb ഓഫ് ചാർജ്. 1 coulomb എന്ന് പറയുന്നത് നമ്മുടെ ചാർജിൻ്റെ യൂണിറ്റ് ആണ്. 1 coulomb ഓഫ് ചാർജ് ഫ്രം 1 point to another. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്. ഫ്രം 1 point to another. point to other അല്ലെങ്കിൽ another. ഓക്കെ, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വർക്ക് ഡൺ ഇൻ മൂവിങ് 1 coulomb ഓഫ് ചാർജ് ഫ്രം 1 point to another. ഇനിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഡെഫിനിഷൻ്റെ ടേംസ് നോക്കിക്കഴിഞ്ഞാൽ, ഡെഫിനിഷനിലെ സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എഴുതാവുന്നുള്ളൂ. ഒരു വർക്ക് ഡൺ ആണ്. എന്തിന്? 1 coulomb ചാർജിനെ 1 പോയിന്റിൽ നിന്ന് അനദർ പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കും. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഞാൻ ഇത് റബ് ചെയ്യാണ്, ജൂൾസ് ലോ ആണ്. ജൂൾസ് ലോ, സ്റ്റേറ്റ് ജൂൾസ് ലോ എന്നൊക്കെ ചോദിക്കാം. ജൂൾസ് ലോ എന്ന് പറയുന്നതാണ്. അതിനും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. ഹീറ്റ് H = I² RT. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. ഇതിൽ ഓരോ ടേംസും എന്താണെന്നറിയാലോ. H ഹീറ്റ് എനർജി, I എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ട്, R എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൽ ഓഫർ ചെയ്യപ്പെടുന്ന റെസിസ്റ്റൻസ്, T എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലോ, എത്ര നേരത്തേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ജൂൾസ് ലോ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഹീറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഹീറ്റാണ്. ഹീറ്റ് ജനറേറ്റഡ് ഈസ് ഒരു സർക്യൂട്ടിൽ, അതായത് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാം, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, അതിൽ റെസിസ്റ്റൻസ് കാണും, എത്ര സമയത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും, അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. അങ്ങനെ ഒരു സർക്യൂട്ടാണ്. അങ്ങനെ ഒരു സർക്യൂട്ടിൽ ഹീറ്റ് ജനറേറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനൊക്കെയാണ് ഹീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതൊരു പ്രോഡക്റ്റ് ആണല്ലേ. ഇത് മൂന്നും ഗുണിച്ചേക്കുവാണ്. ഐയുടെ സ്ക്വയർ, ഐ എന്താ? കറണ്ടിൻ്റെ സ്ക്വയർ, R അതിൻ്റെ റെസിസ്റ്റൻസ്, T എത്ര നേരത്തേക്കാണ് ടൈം. ഇത് മൂന്നും കൂടെ ഗുണിക്കുന്നതിനോട് ആണ് എന്ത് ഈക്വൽ ആവുന്നത്? ഹീറ്റ്. അപ്പോൾ ഒരു ലോ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഈക്വൽ എന്ന് പറയുന്നില്ല, പ്രൊപ്പോർഷണൽ ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ലോ ഇങ്ങനെയാണ്. ഹീറ്റ് ജനറേറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ
പ്രപ്പോർഷണൽ എന്ന് പറയുന്ന ടേം നമ്മളെ മാത്തമാറ്റിക്സിൽ ഫെമിലിയർ ആണ്. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ എന്ന് വേണമെങ്കിൽ നമുക്കങ്ങ് വിചാരിക്കാം, അത്രേ ഉള്ളൂ. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രോഡക്റ്റ്. ഇതൊരു പ്രോഡക്റ്റ് ആണല്ലോ. പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട്. എന്തൊക്കെ പ്രോഡക്റ്റ് ആണ്? കറണ്ടിൻ്റെ സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് കോമ ഇട്ടിട്ടാണ്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം ഓഫ് ഫ്ലോ. ഓക്കെ, ഒരു സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹീറ്റ് എന്തിനോടൊക്കെ പ്രപ്പോർഷണലാണ്? അത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇതാണ് ജൂൾസ് ലോ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ കളയുവാണ്. നെക്സ്റ്റ് വൺ പവർ. മുമ്പത്തെ പോലെ തന്നെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഇന്നലെ നമ്മൾ പഠിച്ചാൽ ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. ഓക്കെ, പവർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കൽ പവറാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൻ്റെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒത്തിരി ഉപകരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഉപകരണങ്ങളുടെയും പവർ അതിൽ വാട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. മിക്സിയൊക്കെ നോക്കുവാണെങ്കിൽ 600 വാട്ട് അല്ലെങ്കിൽ 1000 വാട്ട് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു വർക്കിനെ നമുക്ക് എനർജിയോട് ഇക്വലൻ്റ് ആയിട്ട് കണക്കാക്കാമെന്ന്. അപ്പോൾ വർക്ക് എനർജിയോട് ഇക്വലൻ്റ് ആണെങ്കിൽ പവർ എന്ന് പറയുന്നത് എനർജി ബൈ ടൈം ആണല്ലോ. സോ പവറിനെ ഡിഫൈൻ ചെയ്യുന്നത് എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം. അതായത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ T1 കൊടുക്കുകയാണെങ്കിൽ T1 അതിനാണ് യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്. 1 കൊടുത്തു. അപ്പം യൂണിറ്റ് ടൈമിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന എനർജി, അതാണ് പവർ. പവർ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് in unit time. യൂണിറ്റ് ടൈമിൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന എനർജിയുടെ അളവാണ് എന്ത്? പവർ. ഓക്കെ, എന്തുമാത്രം പവർ അല്ലെങ്കിൽ എനർജി കുറച്ച് സമയം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഡിവൈസിൻ്റെ എന്ത്? പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. വാട്ട്, സിമ്പൽ W ആണ്. യൂണിറ്റ് വാട്ടാണ് പവറിൻ്റെ. ഓക്കെ ആണല്ലോ. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് 3 ഡെഫിനിഷൻസേ ഉള്ളൂ. അപ്പോൾ അത് ഇതൊക്കെയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ജൂൾസ് ലോ, അത് ഡെഫിനിഷൻ അല്ല, എന്നാലും സ്റ്റേറ്റ് ലോ എന്നൊക്കെ പറയാം. ഒരു ടേബിളിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ പവർ ഇനി ഒരെണ്ണം കൂടെ ഉള്ളത് നമ്മുടെ, ഞാൻ ഇന്നലെ പറഞ്ഞു, ഓംസ് ലോ ആണ്. ഓംസ് ലോയും കൂടെ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. V ഈസ് ഈക്വൽ ടു R ഇൻറ്റു I, അല്ലെങ്കിൽ V എന്താണ്? വോൾട്ടേജ്, I എന്താണ്? കറണ്ട്, R റെസിസ്റ്റൻസ്. വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട്. കറണ്ടിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ് വോൾട്ടേജ്. എവിടെ? ഒരു സർക്യൂട്ടിൽ. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഡെഫിനിഷൻ. താങ്ക് യു.